അപ്പോൾ മോർണിംഗ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസാണ് തന്നിരിക്കുന്നത്. സോ അതും കഴിച്ച് നേരെ പുറത്തേക്ക് പോയി. പൂപ്പ് ഡെക്കിൽ പോയപ്പോൾ നല്ലൊരു വ്യൂ ആണ്. പൂപ്പ് ഡെക്കിൽ നിങ്ങൾ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു, നല്ലപോലെ മഴയും പെയ്യുന്നുണ്ട് ദൂരത്തുനിന്ന്. സോ ഇന്ന് ഷിപ്പിൽ എൻ്റെ സൈൻ ഓഫ് ആണെന്ന് പറഞ്ഞു ക്യാപ്റ്റൻ. സോ അതുകൊണ്ട് ഞാൻ എന്തോ കപ്പൽ ഫസ്റ്റായിട്ട് വന്നതുപോലെ ഞാനിത് പിറകിൽ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഷിപ്പിൻ്റെത്. കാരണം ഇന്ന് സൈൻ ഓഫ് അല്ലേ. അത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ നമ്മൾ കപ്പൽ മിസ് ചെയ്യും. കാരണം ഇത്രയും ദിവസം വർക്ക് ചെയ്ത കപ്പലും ഈ എൻവയോൺമെൻറ്റും പിന്നെ പറഞ്ഞാൽ കൂടെയുള്ള വർക്കേഴ്സിനും എല്ലാവരും മിസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് സന്തോഷമുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ക്യാപ്റ്റൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്തത് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിഡ്ജിൽ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ റിസീവ് ചെയ്തു. ഇതാണ് എൻ്റെ STCW കോഴ്സസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്ലസ് എൻ്റെ COC ഇപ്പോൾ കാർഡിലൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യാണ്. ഇതൊക്കെ എൻ്റെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാണ്. പിന്നെ കിട്ടൂലേ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പാസ്പോർട്ടും CDCയും യെല്ലോ ഫീവർ വാക്സിനേഷനും ഇതൊക്കെ അവർ തരും. സോ തൊട്ട് മുന്നേ സൈൻ ഓഫിന് തൊട്ട് മുന്നെയാണ് ഇതൊക്കെ തരുന്നത്. സോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെക്ക് ചെയ്യുക പ്രോപ്പറായിട്ട് നമ്മൾ തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. സ്റ്റാമ്പൊക്കെ ഇതാണ് CDC സ്റ്റാമ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ യെല്ലോ ഫീവർ വാക്സിനേഷൻ്റെ നമ്പർ ഇതൊക്കെ നമ്മൾ തന്നെയാണോ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തന്നെയാണോ എല്ലാം ഓക്കെ ആണോ എല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഫയലിൽ വെച്ചിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഫയൽ. ഈ ഫയൽ എന്ന് പറഞ്ഞാൽ മച്ചൻ നേവിയിൽ എല്ലായിടത്തും ഉണ്ടാകും. കാരണം കണ്ടമാനം ഫയൽ നമ്മൾ ക്യാരി ചെയ്യാനുണ്ട്. സോ ഫയൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ലൊരു ഫയൽ തന്നെ ഉണ്ടാകും, നല്ലതാണ്. ഈ ഫയലിൻ്റെ അകത്ത് എൻ്റെ കല്യാണ കാർഡാണിത്. സോ ഞാനിത് എപ്പോഴും ക്യാരി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ. സോ ഇതൊക്കെ കൂട്ടിക്കെട്ടി വെക്കുകയാണ്. ഇത്രപാട് ഫയൽസ് ഉണ്ട്. സോ ഈ ഫയലൊന്നും എവിടെ മിസ്സാകാതെ സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാഷ് അഡ്വാൻസ് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് മന്ത് സാലറി. സോ ഇതെൻ്റെ ലാസ്റ്റ് മന്ത് സാലറിയാണ്. സാലറി ഒക്കെ റിസീവ് ചെയ്തു. എല്ലാം കള്ള നോട്ടല്ല, നല്ല നോട്ട് തന്നെയാണ് ചെക്ക് ചെയ്തു. അതിനുശേഷം നോട്ട്സൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് വെക്കണം ഒരു സ്ഥലത്ത്. സോ ഇതൊക്കെ റിസീവ് ചെയ്യുന്നതും കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാം പ്രോപ്പറായിട്ട് എവിഡൻസ് വെക്കുക. എന്നിട്ട് ഷിപ്പിൽ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോസ് ലാസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇത് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇത് ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ക്യാപ്റ്റൻ സെക്കൻഡ് ഓഫീസൊക്കെ ഉണ്ട്. സോ ഇത് ക്യാപ്റ്റൻ്റെ കൂടെ ഒക്കെ എല്ലാവരും കൂടിയും ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഇത്രയും വലിയൊരു ടഗ് ബോട്ട് വന്നിട്ട് ഇതാണോ ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യേണ്ട ബോട്ട് എന്ന് പറഞ്ഞ് ആദ്യം പേടിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാ ലഗേജസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു പോർട്ട് സൈഡിൽ. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു ബോട്ടാണ് വന്നത്. അതിന് കയറി പോകുന്നു. നോക്കുമ്പോൾ സ്പീഡ് ബോട്ടായിരുന്നു. എൻ്റെ ദൈവമേ. അങ്ങനെ അവിടെ നിന്ന് നേരെ ബംഗ്ലാദേശിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഞാൻ സെക്കൻഡ് എഞ്ചിനീയർ വന്നു. സോ ഹോട്ടലൊക്കെ നല്ല അടിപൊളി ഹോട്ടലാണ്, നല്ല വ്യൂ ഒക്കെയാണ്. ഹോട്ടൽസിന് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹോട്ടലിൽ എൻട്രി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ തന്നെ ക്ലോക്സ് ഒക്കെ ഉണ്ട്. അവിടെ എല്ലാ കൺട്രീൻ്റെയും ടൈംസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നേരെ എനിക്ക് റൂമിൻ്റെ കീ കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ 413, മൂപ്പർ കിട്ടിയത് 412. സോ എൻട്രി ചെയ്തു. റൂമൊക്കെ നല്ല TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബെഡ്റൂം, ചെറിയൊരു സോഫ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ക്ഷീണമായി. കാരണം ഇന്ന് വർക്കൊക്കെ ചെയ്തിട്ട് വന്നതുകൊണ്ട് നല്ലപോലെ കുളിച്ച് ഫ്രഷായി, നല്ല കുട്ടാപ്പിയായി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും സെക്കൻഡ് എഞ്ചിനീയറും പുറത്ത് പോകാമെന്ന് കരുതി. പുറത്ത് പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെയാണ് ഇതൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ബംഗ്ലാദേശിലെ നല്ല ഐറ്റംസ് ആയിരുന്നു. കൂടാതെ വിത്ത് കുറച്ച് ബിയറും അടിച്ചു. അതെല്ലാം കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് എല്ലാ ലഗേജും റെഡിയാക്കി. അപ്പോൾ എമിഗ്രേഷനൊക്കെ റെഡിയാണ്. സോ നമ്മൾ നേരെ പോയി എമിഗ്രേഷൻ ചെയ്തു. എന്നിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ട് സീറ്റൊക്കെ സെറ്റായി ലഗേജൊക്കെ വെച്ചു. അപ്പോൾ പുറത്ത് നിന്ന് കണ്ട വ്യൂ ആണ് കേട്ടോ. ബംഗ്ലാദേശിലെ ഈ നദീൻ്റെ, അതായത് റിവർ സൈഡിൽ താഴെ കാണുന്ന മൊത്തം കപ്പലാണ്. മച്ചൻ നേവിൻ്റെ മൊത്തം കപ്പലാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രപ്പാട് കപ്പൽ ഒരുമിച്ചിട്ട് ഇങ്ങനെ കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിലെത്തി, നമ്മളെ മുംബൈ എയർപോർട്ടിൽ. അവിടെ നല്ല വൈബാണ്. അത് കഴിഞ്ഞിട്ട് എമിഗ്രേഷനും കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാം. എൻ്റെ കാർഡ് ഉണ്ടായിരുന്നു കയ്യിൽ. സോ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എനിക്കിവിടുന്ന് ലോഞ്ച് ഉണ്ടായിരുന്നു. സോ ലോഞ്ചിൽ നിന്ന് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ട്. സോ കാർഡുള്ളവർ എന്തായാലും ഇത് യൂസ് ചെയ്യുക. സോ അവിടെ നിന്ന് നല്ല നല്ല വെറൈറ്റി ബൊഫെ ഫുഡൊക്കെ ഉണ്ട്. സോ അതെല്ലാം കഴിയുന്നതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞാൻ മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഫലൂദയൊക്കെ കഴിച്ച് നേരെ കാറും പിടിച്ച് നേരെ നമ്മളെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വരുമ്പോൾ ഒരു നല്ല
സ്ലൈറ്റിലായിട്ടൊരു സോങ്ങൊക്കെ വെച്ച് നാട്ടിലെ പ്രകൃതി രമണീയമൊക്കെ ആസ്വദിച്ച് വരുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് പറയുക. അതൊക്കെ കാണാനും ആസ്വദിച്ച് വരുന്നൊരു ഫീൽ വേറെ തന്നെയാണ്. അതേപോലത്തെ നല്ല മഴക്കാറ്, നല്ല ക്ലൈമറ്റൊക്കെയാണ്. സോ അങ്ങനെ വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയാണ്ടാണ് സൈൻ ഓഫ് ചെയ്തത്. അങ്ങനെ വീട്ടിലെത്തി ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. വീട്ടിലെത്തിയ പാടനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും വരുന്നത്. അങ്ങനെ വീട്ടിലെത്തി എല്ലാവർക്കും ഞാൻ സർപ്രൈസ് കൊടുത്തു. സോ ഇതാണ് എൻ്റെ സൈൻ ഓഫ് ജേണി.